ബോൾട്ടി എന്ന് പറയുന്ന ഏറ്റവും പുതിയ ചിത്രം ഉണ്ണി ശിവലിംഗം സംവിധാനം ചെയ്ത് ഷെയ്ൻ നിഗം നായകനെത്തിയ ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കിഡിലൻ ആക്ഷൻ പടം, കിഡിലൻ റിവഞ്ചും അതേപോലെ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഫൈറ്റ്, കബഡി വളരെ മനോഹരമായിട്ട് ഈ സിനിമയിൽ നമുക്ക് കാണിച്ചു തന്നിട്ട് പലതരത്തിലുള്ള ലോക്കൽ കബഡി മാച്ചസും അതുപോലത്തെ പരിപാടികളൊക്കെ ആൾക്കാരെ തിയേറ്ററിൽ ഇരുന്ന് കാണാൻ, അതായത് അടുത്ത സീനുകൾ എന്താണെന്ന് നമുക്ക് കാണാൻ ഉത്തേജനം അല്ലെങ്കിൽ കാണാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിൻ്റെ സംവിധായകനായിട്ടുള്ള പുതുമുഖ സംവിധായകനാണ് ഉണ്ണി ശിവലിംഗം. അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു മെയിൻ ഫാക്ടറാണ് ആൾക്കാരെ പിടിച്ചിരുത്താൻ പറ്റുക എന്നുള്ളത് പറ്റിയിട്ടുണ്ട്. ഈ സിനിമയുടെ കഥ നടക്കുന്നത് കേരള തമിഴ്നാട് ബോർഡർ, അതായത് പാലക്കാട് ജില്ല കൊഴിഞ്ഞാമ്പാറ ആ ഏരിയയിലാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ സ്ഥലത്തിന്റെ പേരെല്ലാം വേറെയാണ്. ആ ഒരു എന്താ പറയുക, ജോഗ്രഫി വളരെ നന്നായിട്ട് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഇതിന്റെ സിനിമാറ്റോഗ്രാഫറിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഷെയ്ഡ്, ഈ സിനിമയുടെ ഒരു കളർ ടോണ് ഭയങ്കര ഒരു രസകരമായിട്ടുള്ള ഭയങ്കര വെയിലുള്ള ഒരു സ്ഥലത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ടോണ്. അതേപോലെ തന്നെ നൈറ്റ് തിരുവിഴ, അതായത് ഉത്സവം, അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കുമ്പോൾ ഒരു ലൈറ്റും, ആക്ഷൻ സീൻസിന്റെ ടൈമിലുള്ള ആ ഒരു ലൈറ്റും, വാളും കൊണ്ട് വെട്ടുമ്പോൾ ആ ഒരു പരിപാടികളൊക്കെ ഭയങ്കര നന്നായിട്ട് തന്നെ VFXും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ ബോൾട്ടി എന്ന് പറയുന്ന പടം. എന്തായാലും ഇതിന്റെ സെറ്റിങ്ങും അതുപോലെ തന്നെ ബാക്കിയുള്ള ടെക്നിക്കൽ പരിപാടികളൊക്കെ ഭയങ്കര നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. നല്ലൊരു 4K അറ്റ്മോസ് തിയേറ്ററിൽ കാണുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കാണാൻ പറ്റും. അറ്റ്മോസ് അല്ലെങ്കിൽ DTS:X ആണെങ്കിലും നോ പ്രോബ്ലം. അപ്പോൾ എന്തായാലും അങ്ങനത്തെ തിയേറ്ററിൽ നിന്നൊക്കെ സിനിമ കാണുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ആവറേജ് ഓഡിയൻസിന് ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമ തന്നെയാണ് നമ്മുടെ ബോൾട്ടി. അതായത് ആക്ഷൻ, അതേപോലെ തന്നെ ഇന്റൻസ് രംഗങ്ങൾ, ത്രില്ലർ എന്നല്ല, ഇന്റൻസ് ആയിട്ടുള്ള പരിപാടി, അതേപോലെ വളരെ എന്താ പറയുക, ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള മൂമെന്റ്സ് ആണ് സിനിമയിലുള്ളത്. അങ്ങനത്തെ പല പല പരിപാടികളും നന്നായിട്ട് എടുക്കാനായിട്ട് നമ്മുടെ പുതുമുഖ ഡയറക്ടറിന് സാധിച്ചിട്ടുണ്ട്. വളരെ ഒരു എന്താ പറയുക, സിനിമയ്ക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പം എന്തായാലും ആ ഒരു രീതിയിൽ സിനിമ വിജയിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കഥയാണെങ്കിൽ തന്നെ റിവെഞ്ച് ഉണ്ട്, ഇതിൽ ഇമോഷൻസ് ഉണ്ട്, ലവ് ഉണ്ട്, അതേപോലെ തന്നെ തമാശ അങ്ങനെ കാര്യമായിട്ടില്ല. ബട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് എഴുതാനായിട്ടും നമ്മുടെ ഡയറക്ടറിന് കഴിഞ്ഞിട്ടുണ്ട്. ഹീസ് ഓൾസോ റൈറ്റ്. എന്തായാലും അങ്ങനത്തെ പരിപാടികളൊക്കെ നന്നായിട്ടുണ്ട്. ഈ കഥ പറയുന്നില്ല, ഒരു ഗ്രാമം തന്നെയാണ്. ആ ഒരു വില്ലേജിൽ കബഡി മത്സരവും അതുമായിട്ട് പിന്നെ വട്ടിപ്പലിശക്കാർ അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് ഉള്ളൊരു ഗ്രാമമാണ്. ഇതിൽ നമ്മുടെ സെൽവരാഘവൻ അഭിനയിച്ചിട്ടുണ്ട്. ഭൈരവൻ എന്നാണ് അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന്റെ പേര്. സെൽവരാഘവൻ എന്ന് പറഞ്ഞാൽ തമിഴ് ഡയറക്ടർ ആക്ടർ. പിന്നെ നമ്മുടെ സോഡാ ബാബു എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് നമ്മുടെ അൽഫോൺസ് പുത്രൻ ഇതൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും വളരെ നന്നായിട്ട് വന്നിട്ടുള്ളൊരു സിനിമയാണ്. എല്ലാ ചെറിയ ആക്ടേഴ്സ് ആണെങ്കിലും, ഈവൻ നമ്മുടെ നിതിൻ തോമസ്, ആശാ മഠത്തിൽ, പിന്നെ നമ്മുടെ കിരൺ പീതാംബരൻ, ഇങ്ങനത്തെ പല പല ആക്ടേഴ്സും വളരെ നന്നായിട്ട് തന്നെ സിനിമയിൽ വന്നിട്ടുണ്ട്. ടോട്ടലി തിയേറ്ററിക്കൽ വാച്ചാണ്. അടിപൊളി പരിപാടിയാണ് സിനിമ. എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു പൈസ വസൂൽ സിനിമയാണ് ഇത്. വളരെ റോ ആയിട്ട്, അല്ലെങ്കിൽ വളരെ എന്താ പറയുക, നമ്മൾ കുറച്ചു കാലം മുമ്പ് കണ്ടിരുന്ന കുറച്ച് തമിഴ് സിനിമകൾ ഉള്ള പോലത്തെ ഒരു റോ, നാടോടികൾ അല്ലെങ്കിൽ സുബ്രഹ്മണ്യം, അത്തരത്തിലുള്ള റോ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റ് ആണ് സിനിമ ഉള്ളത്. അപ്പൊ എന്തായാലും തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമ തന്നെയാണ് നമ്മുടെ ബാൾട്ടി.